പിറന്നാളുത്രാടമാണാഘോഷിക്കണമച്ഛൻ. കുംഭത്തിലുത്രാടമോ ഞെട്ടിപ്പോയി വൃദ്ധൻ, തനിക്കെൺപതായെന്നോ കഷ്ടം. രാപ്പകൽ കുതിരകളെന്തിനി പഴകിയ തേർ വലിച്ച് പാതയിൽ എന്നും ഇങ്ങനെ അതിവേഗത്തിൽ കുതിക്കുന്നു. ഒറ്റയാനല്ലോ താനീ വാർദ്ധകത്താഴ്വാരത്തിൽ മറ്റൊരു പിറന്നാളിൻ പച്ചോലപ്പട്ടക്കീഴിൽ മൃത്യുവിൻ വാരിക്കുഴിയുണ്ടാകാം. ഒരു പക്ഷേ നിത്യനിദ്രയിൽ തന്നെ ഉറക്കാം ഈ ഉത്രാടം. ഒരു പക്ഷേ നിത്യനിദ്രയിൽ തന്നെ ഉറക്കാം ഈ ഉത്രാടം. പൂർണ്ണ സൗഭാഗ്യാക്ലിഷ്ടഗൃഹത്തിൽ പഴം കൂട്ടിൽ കാരണവർ ഒറ്റയ്ക്കാണു താമസം. നാളേറെയായി ഫാതിമയായി തന്റെ ഭൂതകാലാരാമത്തിൻ പാതയിൽ കൂടെ ചേർന്ന സഹയാത്രിക പണ്ടേ തന്നെ ഈ അരണ്യത്തിൽ തനിയെ വിട്ടും കൊണ്ട് വന്ന വേഗത്തിൽ തന്നെ തിരികെ പറന്നുപോയി. പിരിയും നേരം തന്റെ പ്രേയസി തന്നേൽപ്പിച്ചൊരരുമക്കൊച്ചൻ മാത്രം ഇരുളിൽ വിളക്കായി. അവനിൽ എണ്ണയായി പകർന്നൂതൻ വാത്സല്യം, അവനിൽ തിരിയായി കത്തി നിന്നുതൻ ത്യാഗം. അവനായി ജീവിച്ചുതാൻ ആ ജീവിതത്തിൽ കൂടി അറിയാതരിഞ്ഞരിഞ്ഞുള്ളിലെത്താനില്ലാതായി. ആ മുള വളർന്നതും തരുവായതും പിന്നെ ഭൂമിയിൽ തനിക്കുള്ള തണൽ തേന്മാവായതും ബാല്യവും കൗമാരവും പിന്നിട്ടതൻ പുത്രനെ കാല്യമാം ഗാർഹസ്ഥ്യത്തിൽ താൻ തന്നെ നയിച്ചതും രണ്ടു പിഞ്ചോമനകൾ കുഞ്ഞിക്കാലടി വച്ചു തന്റെ നെഞ്ചിലും വീട്ടുമുറ്റത്തും കളിച്ചതും എല്ലാം താൻ ഓർത്തിടുന്നു. പിന്നീടിപ്പാരിൽ തനിക്കെല്ലാമായിരുന്നൊരാ മകനും കുടുംബവും ഉന്നത ബിരുദത്തിൻ നേട്ടങ്ങൾ കൊയ്യാനായും ഉൾവിളിക്കൊപ്പം ഗവേഷണങ്ങൾ ചെയ്യാനായും മറ്റൊരു ഭൂഖണ്ഡത്തിൽ